സരയു. രചന ലച്ചു നിശാഗന്ധി. സരയു! ആ വിളിയേട്ട് കയ്യിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അത്രയും നടുക്ക് ഹരീഷിന്റെ ശബ്ദാവളിയിൽ ഉണ്ടാക്കി. ഹരിയേട്ടൻ എന്തോ കാര്യമായ ദേഷ്യത്തിലാണ്. ഇല്ലെങ്കിൽ ഇത്രയും ഉച്ചത്തിൽ വിളിക്കില്ല. ഇനി എന്താണാവോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനരിയിലേക്ക് നടന്നു. മുറിയിലേക്ക് അടുക്കും തോറും അവളുടെ നെഞ്ചിരിപ്പ് കൂടി. അവളെ ആകെ ഭയം പൊതിഞ്ഞു. അവൾ മുറിയിൽ കയറിയതെ കണ്ടത് എല്ലാം എറിഞ്ഞുടച്ചിരിക്കുന്ന ഹരീഷിനെയാണ്. എന്താ ഹരിയേട്ടാ? വിക്കി വിക്കി അവളെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഇവിടെ കിടന്ന ഷർട്ട് എന്തിയെ? അവന്റെ ശബ്ദം ദേഷ്യത്താൾ വിറകൊണ്ടു. അത് ഞാൻ അലക്കിയിട്ട് ഹരിയേട്ടാ. സറിയു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനങ്ങൾ എന്റെ അനുവാദമില്ലാതെ എടുക്കരുതെന്ന്. നീ പിന്നെ എന്തിനാ അത് എടുത്ത്? ഞാൻ പറഞ്ഞോ നിന്നോട് എന്റെ തുണി അലക്കാൻ? അവൻ കോപം കൊണ്ട് ഉറഞ്ഞുള്ളി. അത് ഹരിയേട്ടാ ആകെ മുഷിഞ്ഞപ്പോ നീ എടുത്ത് അലക്കിയോ? ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ ഡ്രസ്സ് എടുത്ത്? എന്റെ ഡ്രസ്സ് മുഷിയുമ്പോ അലക്കിട നീ ആരാ? എന്റെ കൂടുതൽ ഭാര്യ ചമ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള. അതിന്റെ പോക്കറ്റിൽ എനിക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അവന്റെ ശബ്ദം കനത്തു. എന്തിനോ അവിടെ കണ്ണുകൾ നിറഞ്ഞു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കേൾക്കുന്നതാണ്. ഞാൻ എന്ത് തെറ്റാണ് ഹരിയേട്ടനോട് ചെയ്തതെന്ന് അറിയില്ല. ഹരിയേട്ടന്റെ അമ്മയാണ് ആലോചനയുമായി വീട്ടിൽ വന്ന്. നല്ല ആലോചനയായതിനാൽ അച്ഛനും സന്തോഷമായിരുന്നു. ഒരു കൂലിപ്പണിക്കാരന്റെ മകൾക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമാണ് ഹരിയേട്ടനെ പോലെ ഒരാൾ. എപ്പോഴോ ഞാനും ആഗ്രഹിച്ചിരുന്നു ഒപ്പമുള്ള ഒരു ജീവിതം. പക്ഷേ ഇപ്പൊ എന്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഹരിയേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതിനെ അച്ഛനെ. അവൾ മനസ്സിലോർത്തു. പിന്നെ ഈ ഹരിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. നിന്നെ പോലൊരുത്തിയ കല്യാണം കഴിക്കേണ്ടി വന്ന എന്റെ ഗതികേടാ. അമ്മയുടെ ഒറ്റൊരാളുടെ നിർബന്ധ. വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നിന്നൊക്കെ ഏത് നേരത്താണാവും തറയിൽ കയറ്റി വെക്കാൻ തോന്നിയത്. നീ കാരണം ഇമ്പോർട്ടന്റ് ആയ ഒരു പെൺഡ്രൈവ് എനിക്ക് നഷ്ടമായത്. നാശം. നീ എന്നെ മുടിപ്പിക്കാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ വന്നോളാ. ഞാൻ നിന്നെ അംഗീകരിക്കാത്തതുകൊണ്ട് നീ പകരം വീട്ടിലിടി. അതും പറഞ്ഞ് അവനോട് അരികിലേക്ക് നീങ്ങി. അവളുടെ കണ്ണുകൾ നിയന്ത്രിക്കാനാവാതെ നിറഞ്ഞുപോയി. ഓ, തമ്പുരാട്ടി പൂങ്കണ്ണീരുകൊണ്ട് എന്നെ വീഴ്ത്താൻ നോക്കുവാണോ? എനിക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ട് നീ അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. അവനവിടെ മുടിയിൽ കുത്തി പിടിച്ചു. വിടരിയേട്ടാ, വേദനിക്കുന്നു. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും ക്രൂരമായൊരു ചിരിയോടെ അവനവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവളുടെ തല ഭിത്തിയിലിടിച്ചു. ചെറുതായൊന്ന് മുറിഞ്ഞു. വീണ്ടും മുടിയിൽ കുത്തിപ്പിടിച്ച് അവൾ അവൻ വേദനിപ്പിച്ചു. ഹരിയേട്ടൻ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. വീട്, ഞാനിനി ഹരിയേട്ടൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. എനിക്ക് വേദനിക്കുന്നു. വീട് ഹരിയേട്ടാ. ആ പെൺഡ്രൈവ് ഞാൻ അറക്കാൻ നേരം എടുത്തു വെച്ചിരുന്നു. വീട് ഹരിയേട്ടാ, വേദനിക്കുന്നു. അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. അവന്റെ കയ്യഞ്ഞു. അവൾ വേഗം അവൻ ആ പെൺഡ്രൈവ് എടുത്തു നൽകി. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. അവൾ മുറിയിൽ തളർന്നിരുന്നു. ഒരു IPS കാരന്റെ ഭാര്യ അവളുടെ യോഗ്യത തനിക്കില്ലെന്നറിയാം. ഹരിയേട്ടൻ എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും. പക്ഷെ അച്ഛനെ ഓർക്കുമ്പോൾ എന്തോ ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെയോ ഞാനും ഏട്ടനെ സ്നേഹിച്ചു പോയി. പക്ഷെ ഇപ്പോഴാ സ്നേഹം ഭയത്തിന് വഴിമാറി. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദേഹോപദ്രവം അതാദ്യമായിട്ടാണ്. അവൾക്കെന്തോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കൈ പതിയെ നെറ്റിയിലെയും ചുണ്ടിലെയും മുറിവുകളിലേക്ക് നീണ്ടു. അവളുടെ കണ്ണുകൾ നിയന്ത്രണാതീതമായി പെയ്തു. പെൺഡ്രൈവുമായി ഹരി നേരെ പോയത് സുഹൃത്തായ ശരണിന്റെ അരികിലേക്കാണ്. അവൻ ശരണിനോട് നടന്നെല്ലാം പറഞ്ഞു. ശരണിന്റെ മറുപടിക്കായി കാത്തിരിക്കുന്ന ഹരിയിലേക്ക് ദൃഷ്ടിയൂന്നി ശരൺ പറഞ്ഞു തുടങ്ങി. ഹരി, നിന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ എന്തൊക്കെ ന്യായീകരിച്ചാലും ചെയ്തു തെറ്റായിപ്പോയി. അവൾ നിന്റെ ഭാര്യ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാവാറായി. നീ ഇന്നവർ അവളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? ശ്രുതിയെ പോലെയാണ് എല്ലാവരും നീ കരുതുന്നതാണ് നിന്റെ തെറ്റ്. ഡിഗ്രി കഴിഞ്ഞ് നീ ജോലിയില്ലാതെ ടെസ്റ്റ് എഴുതി നടന്നപ്പോൾ അവള് നിന്നെ ഉപയോഗിച്ച് വേറൊരുത്തിനൊപ്പം പോയതിന് ഒന്നറിയാത്ത സരയുവിനെ നീ എത്ര നാൾ ശിക്ഷിക്കും? അവൾ ആലോചിച്ചിരുന്ന ജീവിതം തുലയ്ക്കാനായിരുന്നെങ്കിൽ ഈ പാവം പെണ്ണിനെതിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു. നീ കാരണം അവളുടെ ജീവിതം പോയി. അവൾ ആ ശ്രുതിയെ പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് അവൾ നിന്നോടൊപ്പം ഉണ്ടാവില്ലായിരുന്നു. നല്ല ജീവിതം നോക്കി പോയേനെ. ആ പെൺഡ്രൈവ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് കേസിന്റെ തെളിവാണെങ്കിൽ നീ അത് ഷർട്ടിന്റെ പോക്കറ്റിലാണോ ഇടേണ്ടത്? എടുത്ത് സൂക്ഷിച്ചു വെക്കണ്ടേ? ഇത് നിന്റെ തെറ്റ് മറക്കാൻ അവളെ തള്ളിയിട്ട് വന്നിരിക്കുന്നു. നീയൊക്കെ മനുഷ്യനാണുള്ളൂ. നിന്നോടൊക്കെ എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുകാരി. ഇനിയെങ്കിലും നീ അവളെ വേദനിപ്പിക്കാതിരിക്കുക. അവള് മതി. ഇനി കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട. നിനക്ക് വേണമെങ്കിൽ നീ അവളെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ നാളെ തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവിട്ട് അവളുടെ ജീവിതത്തിലേക്ക് നീ കടന്നില്ലാതിരിക്കണം. രണ്ടിലേത് വേണം നിനക്ക് തീരുമാനിക്കാം. എന്തായാലും ഒപ്പം ഞാനും ഉണ്ടാവും. ശരൺ ഹരിയെ പറയാൻ അനുവദിക്കാതെ പറഞ്ഞു. പോവാനിറങ്ങിയ ഹരിയെ പിന്നിൽ നിന്ന് വിളിച്ച് ശരൺ പറഞ്ഞു. പിന്നെ ഹരി, ഒരു കാര്യം കൂടി. നമ്മളെ വിട്ടുപോയവരോർത്ത് നമുക്കിപ്പോൾ എന്തും സഹിച്ച് നിൽക്കുന്നവരെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ജീവിതം ഒന്നേ ഉള്ളൂ ഹരി. അത് നിന്റെ സന്തോഷം തള്ളിക്കെടുത്തിയവർക്ക് വേണ്ടി നീ ഹോമിക്കരുത്. നീ കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലെന്ന്? ചുമ്മാതെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. സരയുമില്ലാത്തൊരു ദിവസം നീ അവളെ ഉപേക്ഷിച്ചാ നീ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അതായിരിക്കും. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ. ഹരി ശരണ്യെ നോക്കി അവിടുന്ന് ഇറങ്ങി. രാത്രി ഏറെ വൈകിയാണ് അവൻ വീട്ടിലെത്തിയത്. അതിനാൽ സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു.
മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് കട്ടിലെ ഒരു മൂലക്ക് ഭിത്തിയിൽ ചാരി ചുരുണ്ടുകൂടിയിരുന്നുറങ്ങുന്ന സരയുവിനെയാണ്. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളെ ഉണർത്തി അവളോട് നാളെ രാവിലെ വീട്ടിൽ പോകാൻ റെഡിയാവണമെന്ന് മാത്രം പറഞ്ഞ് ഹരി കിടന്നു. അവൾക്ക് അവൻ്റെ സംസാരത്തിൽ നിന്ന് ഹരിയുടെ തീരുമാനങ്ങൾ മനസ്സിലായിരുന്നു. എങ്കിലും അവൾ അവനോടൊന്നു മാത്രം പറഞ്ഞു. അച്ഛനോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം, അവനായിട്ടൊന്നും പറയരുതെന്ന്. അവളുടെ മൂകമായ തേങ്ങലുകൾക്ക് നിശബ്ദമായ രാത്രിയും ശക്തിയായി പെയ്യുന്ന തുലാവർഷമാരിയും സാക്ഷിയായി. അവൾ രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. എന്തിനും തയ്യാറായിട്ടാണ് അവളുടെ നിൽപ്പ്. ഹരിയുടെ കൂടെ യാത്ര തിരിച്ചപ്പോഴും അവളിൽ എവിടെയോ ഒരു പ്രതീക്ഷ നിലനിന്നിരുന്നു. യാത്രയിലുടനീളം ഇരുവരും മൗനമായിരുന്നു. അവളുടെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കാറ് തിരിഞ്ഞതും അവളുടെ നെഞ്ചിരിപ്പ് കൂടി. സങ്കടം കൊണ്ട് ചങ്ക് പൊട്ടുന്ന അവസ്ഥയായി. കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അവളത് സമർത്ഥമായി മറച്ചു. വണ്ടി നിർത്തി ഇറങ്ങാൻ നേരം അവൾ ഹരിയെ ഒന്ന് നോക്കി. അതിൽ അവൾക്ക് അവനോട് പറയാനുള്ളതെല്ലാം ഒളിച്ചു വെച്ചിരുന്നു. സരയു വിളിച്ചറിയിച്ചുകൊണ്ട് രാമകൃഷ്ണൻ മുറ്റത്ത് അവരെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. സരയു ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾ അവിടെ നെറുകയിൽ ചുണ്ട് ചേർത്തു. അവരുള്ളിലേക്ക് കയറി. രാമകൃഷ്ണന്റെ നിർബന്ധപ്രകാരം ഹരി അന്നത്തെ ദിവസം അവിടെ തങ്ങാമെന്ന് സമ്മതിച്ചു. അവൻ അന്ന് മുഴുവൻ അവളെ നോക്കി കണ്ടുകൊണ്ടിരുന്നു. അയൽക്കാരോടൊക്കെ സ്നേഹത്തോടെ ചിരിച്ചൽ സംസാരിക്കുന്ന അവളെ അവൻ കൗതുകത്തോടെ നോക്കി. സ്ത്രീകുട്ടിയോടുള്ള അവളുടെ ദൃഢമായ ബന്ധം അന്നാണ് അവൻ മനസ്സിലാക്കിയത്. എല്ലാവരോടും അവൾ അടുപ്പം കാണിച്ചപ്പോഴും തന്നോട് മാത്രം കാണിക്കുന്ന അകൽച്ച അവനിൽ നൊമ്പരമുണർത്തി. കിടക്കാനായി നിലത്ത് പായും ബെഡ്ഷീറ്റും ഇരിക്കുകയാണ് സരയും. ഹരിയോട് കട്ടിൽ കിടന്നോളാൻ പറഞ്ഞ് അവൾ ലേറ്റണച്ച് നിലത്ത് കിടന്നു. ഇത്രയും നേരം അടക്കി പിടിച്ചു വെച്ചിരുന്ന സങ്കടം അവളുടെ കണ്ണുകളിലൂടെ പെയ്തിറങ്ങി. രാത്രിയിൽ അപ്രതീക്ഷിതമായി തന്നെ 2 കൈകൾ ചുറ്റി വരിയെന്നറിഞ്ഞാണ് സരയു കണ്ണു തുറന്നത്. അടുത്ത് കിടക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. പിന്നെ ഒരു ഏങ്ങലടിയോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഹരി അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളോട് ക്ഷമാപണം നടത്തി. അവൻ ശ്രുതിയെക്കുറിച്ച് അവളോട് പറഞ്ഞു. അവളെല്ലാം മൂളിക്കേട്ടുകൊണ്ടിരുന്നു. അവസാനം അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് അവൻ പറഞ്ഞു, ഇനി എനിക്കെല്ലാം നീയാണ് എൻ്റെ സായു. സായു എന്ന വിളിയിൽ നിന്നും അവൾ തന്റെ സ്നേഹം അറിഞ്ഞു. അവൾ അവനെ മുറുക്കെ പുണർന്നു. കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറി. അച്ഛൻ പറഞ്ഞില്ലെങ്കിലും ഇന്ന് ഞാനിവിടെ നിന്നേനെ സരയൂ. ഇന്നലെ ശരൺ പറഞ്ഞപ്പോഴാണ് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയുള്ള അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. ശ്രുതിയുള്ള വാശിയിൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് നിന്നെ സ്നേഹിക്കണം, നീയാണ് എൻ്റെ പെണ്ണ്. അതും പറഞ്ഞ് അവനവളെ നെഞ്ചോട് ചേർത്തു. ആകാശത്ത് 1000 പ്രഭ തൂകി പൂർണ്ണചന്ദ്രൻ അവരുടെ പ്രണയ സാഫല്യത്തിന് സാക്ഷ്യം വഹിച്ചു. നാണത്താൽ താമരപ്പൂക്കൾ തലതാഴ്ത്തി പാരിജാതം സുഗന്ധം പരത്തി. സന്തോഷകരമായ ഒരു ജീവിതത്തിന്റെ തുടക്കമെന്നോണം.